നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വിപിൻ നാരായണൻ, ശ്രീഭദ്ര ജ്യോതിഷാലയം, ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം MC റോഡ്, കൂത്താട്ടോളം. നിങ്ങൾക്കേവർക്കും ജ്യോതിഷ ദീപ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വ്യാഴത്തിൻ്റെ മാറ്റത്തോടു കൂടി രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചാനൽ പൂർണ്ണമായും കാണുക. അതുപോലെ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്യുക. മറ്റുള്ള അഭ്യുദയകാംക്ഷികളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ജൂൺ മാസം 2-ാം തീയതി 2026 1:49 AM ചൊവ്വാഴ്ച വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് ഇപ്പം നിൽക്കുന്ന മിഥുനൻ രാശിയിൽ നിന്ന് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സർവ്വധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ഒക്കെ കാരകത്വമുള്ള വ്യാഴം, ബുദ്ധിയുടെയൊക്കെ കാരകത്വമുള്ള വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ആർക്കൊക്കെയാണ്, ഏതൊക്കെ രാശിക്കാർക്കാണ്, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണകരമായിട്ട് വരുന്നത് എന്നുള്ളത്, അതുപോലെ ഏതൊക്കെ രാശിക്കാർക്കാണ് ദോഷാവസ്ഥകൾ കൂടുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. നമുക്കറിയാം, വ്യാഴം ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് കിടക്കാൻ ഏതാണ്ട് 360 ദിവസം, ഒരു കൊല്ലക്കാലത്തോളം സമയമെടുക്കും. വ്യാഴത്തേക്കാൾ കൂടുതൽ സമയമെടുക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയാവുന്നത് ശനിയാണ്. ശനിക്ക് 30 മാസം അഥവാ 2.5 കൊല്ലമാണ് ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് കിടക്കുക. വ്യാഴവും ശനിയുമൊക്കെ പൊതുവെ മേടം കഴിഞ്ഞാൽ ഇടവം, ഇടവം കഴിഞ്ഞാൽ മിഥുനം എന്ന രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. വളരെ അപൂർവ ഘട്ടങ്ങളിൽ മാത്രമാണ് വക്രഗതിയിൽ ഇടവത്തിൽ നിന്ന് മേടത്തിലേക്കും മിഥുനത്തിൽ നിന്ന് ഇടവത്തിലേക്കും ഒക്കെ പോകുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നത്, അതിൻ്റെ വേഗതകൾ കുറയുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഈ പറഞ്ഞ ജൂൺ മാസം 2-ാം തീയതി 2026 1:49 AM വ്യാഴം മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് മകയിര, തിരുവാതിര, പുണർതം, മുക്കാൽ അടങ്ങുന്ന മിഥുന രാശിക്കാരെ സംബന്ധിച്ച് രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം ധനസംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം അഭിവൃദ്ധി ഉണ്ടാകുകയും വാക്കിന് ശുദ്ധി, ധനത്തിൻ്റെയും വാക്കിൻ്റെയും ഒക്കെ സ്ഥാനമാണല്ലോ 2. വ്യാഴത്തെ സംബന്ധിച്ച് അരവസ്ഥാൽ ഇഷ്ടസ്ഥാനം കൂടിയാണ് 2. ആ 2-ൽ സഞ്ചരിക്കുന്ന സമയത്ത് ധാരാളം ധന സംബന്ധമായ അഭിവൃദ്ധികളും അതുപോലെ വാക്കുകൾ കൊണ്ട് ആരെയും സ്വാധീനിക്കാൻ കഴിയുന്ന വാക്ചാതുര്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയകാലഘട്ടം കൂടിയാണ്. ശത്രുക്കളെയൊക്കെ മിത്രങ്ങളാക്കി വാക്കുകൾ കൊണ്ട് അവരെ വിരോധങ്ങളൊക്കെ മാറ്റിയെടുക്കുവാനും അവരുടെ എല്ലാം സഹായ സഹകരണങ്ങൾ നേടുവാനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയും, അതുപോലെ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും അഭിവൃദ്ധിയും ദൈവാധീനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയകാലഘട്ടമാണ്. ഈ സമയത്ത് കൂടുതൽ പുണ്യങ്ങളൊക്കെ ആർജിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ മിഥുനക്കൂറിൽപ്പെട്ട മകയിര, തിരുവാതിര, പുണർതം, മുക്കാൽ കൂറുകാര്, നക്ഷത്രക്കാര് ദിവസവും വിഷ്ണു ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ, തുളസിമാല സമർപ്പണം, ഓം നമോ നാരായണ 108 ദിവസവും ജപിക്കുന്നതൊക്കെ വളരെ ശ്രേയസ്കരമാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാല്, അത്തം, ചിത്രാരക്കാർക്ക് 11-ലേക്കാണ് വ്യാഴം വരുന്നത്. 11 വ്യാഴം സർവാഭിഷ്ട സ്ഥാനമാണ്. 11 വ്യാഴം വരുന്ന സമയത്ത് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും മുടങ്ങിക്കിടക്കുന്ന പണം തിരിച്ചു കിട്ടുവാനും ധാരാളം അളവിൽ കവിഞ്ഞ പണം ഉണ്ടാകുവാനുമൊക്കെ യോഗ്യതയുള്ള സമയമാണ്. നിങ്ങളുടെ ദശാപകാരങ്ങളും അതുപോലെ തന്നെ കർക്കിടകത്തിൽ 5-ൽ കൂടുതൽ അഷ്ടവർഗ ബിന്ദുക്കളും ഒക്കെ ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ഈ വ്യാഴമാറ്റത്തോടു കൂടി ഏറ്റവും കൂടുതൽ ഗുണഫലം കിട്ടുന്ന ഒരു രാശിയും കൂടിയാണ് ഉത്തരമുക്കാൽ, അത്തം, ചിത്രയര അടങ്ങുന്ന കന്നിക്കൂറുകാർ. പിന്നെ ഉള്ളത് വൃശ്ചികമാണ്. വൃശ്ചിക വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചിക രാശിക്കാർക്കും 9 ഭാഗ്യസ്ഥാനം പൂർവ്വ പുണ്യസ്ഥാനത്തുമൊക്കെയായ 9-ൽ ഉച്ചസ്ഥനായി വ്യാഴം വരികയാണ്. ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുവാനും നാളുകളായ പ്രാർത്ഥനകളുടെ ഫലങ്ങളുമൊക്കെ കിട്ടുന്ന ഒരു സമയകാലഘട്ടം കൂടിയാണ്. പിതാവിനെ കൊണ്ട് ധാരാളം യോഗാനുഭവങ്ങൾ, പിതൃകുടുംബത്തിൽ വഴിയിലുള്ള ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ, ഭാഗ്യങ്ങൾ, ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ലോട്ടറി അടിക്കാനുള്ള യോഗവും ഒക്കെയുള്ള സമയം കൂടിയാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച്
അടുത്ത രാശി എന്ന് പറയുന്നത് മകരമാണ്. മകരത്തിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടാരക്കാരെ സംബന്ധിച്ച് 7-ൽ വ്യാഴം മകരൻ രാശിയിലേക്ക്, സ്വരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെയുള്ള ഈ സമയം വളരെയേറെ ഗുണകരവും വിവാഹ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ വിവാഹമാകാത്തവർക്ക് വിവാഹം യോഗമുള്ള സമയം കൂടിയാണ്. ദാമ്പത്യ ജീവിതത്തിലെ പരാജയങ്ങളൊക്കെ മാറി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുടുംബങ്ങളൊക്കെ നല്ല ഉല്ലാസത്തോടെയും സന്തോഷത്തോടെയൊക്കെ ജീവിക്കുവാൻ കഴിയുന്നൊരു സമയം. അതുപോലെ തന്നെ സഹപ്രവർത്തകരെ കൊണ്ടും അയൽവക്കക്കാരെ കൊണ്ടുമൊക്കെ ഗുണാനുഭവങ്ങൾ, ഏർപ്പെടുന്ന ആൾക്കാരെ കൊണ്ടെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. ഇവരും പതിവായി വിഷ്ണുനാമം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ശ്രേയസ്കരമായിട്ടാണ് കാണുന്നത്. അടുത്തത് കുംഭരാശിക്കാരാണ്. അവിട്ടാര, ചതയം, പൂരിട്ടാതി, മുക്കാൽ അടങ്ങുന്ന കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് 5-ലാണ് വ്യാഴം. ജൂൺ മാസം 2-ാം തീയതി 2026 ശേഷം കർക്കിടക രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് കുംഭത്തിൻ്റെ 5-ലാണ് വ്യാഴം വരുന്നത്. കുംഭമല്ല, കുംഭത്തിൻ്റെ 6-ലാണ്. കുംഭത്തിൻ്റെ 6 അത് കുംഭരാശിക്കാർക്ക് വളരെയേറെ ദോഷസ്ഥാനത്തേക്കാണ് വ്യാഴം. 6-ലേക്ക് സഞ്ചരിക്കുകയാണ്. അത് കുംഭൻ രാശിക്കാർക്ക് വളരെയേറെ ദോഷസ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ സ്ഥിതി വരിക. എന്നാൽ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പൂരിട്ടാതി കാല, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്, മീൻ രാശിക്കാരെ സംബന്ധിച്ച് 5-ലേക്ക് വ്യാഴം വരുന്ന സമയം ബുദ്ധിക്ക് ഉണർവുണ്ടാകുകയും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളുണ്ടാകുകയും പൂർവ്വപുണ്യം ഉണ്ടാകുകയും മനസ്സുഖമുണ്ടാകുകയും പ്രവർത്തിക്കേണ്ട സമയത്തും പറയേണ്ട സമയത്തും പറയാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ബുദ്ധി, അറിവും കഴിവും ദൈവാധീനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പ്രാർത്ഥനകൾക്ക് വളരെയേറെ ഗുണം കിട്ടുന്ന സമയം കൂടിയാണ്. ഈ സമയത്ത് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഓം നമോ നാരായണ ജപിക്കുന്നതും വളരെ ശ്രേയസ്കരമാണ്. ഈ പറഞ്ഞ രാശിക്കാരൊഴികെ മറ്റു രാശിക്കാർക്കൊക്കെ വ്യാഴം പ്രതികൂലമായി വരുന്നതിനാൽ പതിവായി വിഷ്ണു ക്ഷേത്ര ദർശനവും ഭഗവാന് തുളസിമാല സമർപ്പണവും ഭഗവാന് പാൽപായസ സമർപ്പണവും ഒക്കെ വളരെ ശ്രേയസ്കരമായിട്ടാണ് കാണുന്നത്. അതായത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക മുക്കാല്, ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാല്, രോഹിണി, മകേരാര, അതുപോലെ ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം കാല്, തുലാക്കൂറിൽപ്പെട്ട ചിത്രകാര, ചോതി, വിശാഖ നക്ഷത്രക്കാര്, ധനിക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം കാല് നക്ഷത്രക്കാര്, കുംഭക്കൂറിൽപ്പെട്ട വിട്ടാര, ചതയം, പൂരിട്ടാതി, മുക്കാൽ നക്ഷത്രക്കാര് വ്യാഴം പ്രതികൂലമായി വരുന്നു എന്നുള്ളതുകൊണ്ട് അവർ കൂടുതൽ ഈശ്വരനാമ ജപങ്ങളും ദുരിതങ്ങൾ തീരുവാനായി ദാനധർമാദികളും നമോ നാരായണ ദിവസം 108 പ്രാവശ്യവും ജപിച്ച് കരുതലോടുകൂടി മുമ്പോട്ട് പോകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ജ്യോതിഷൻ വിപിൻ നാരായണൻ, ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രം, ശ്രീഭദ്ര ജ്യോതിഷാലയം, ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രം സമീപം ശ്രീഭദ്ര ജ്യോതിഷാലയം, MC റോഡ്, കൂത്താട്ടുകുളം.